വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സെന്റൻസ് പാറ്റേൺസ് എന്ന ടോപ്പിക്കിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. ഇതിനു മുമ്പ് നമ്മൾ ബേസിക് ആയിട്ടുള്ള 5 സെന്റൻസ് പാറ്റേൺസ് മനസ്സിലാക്കി. അപ്പോൾ ആ 5 ബേസിക് സെന്റൻസ് പാറ്റേൺസിന്റെ കൂടെ എ അഥവാ അഡ്ജങ്ക്റ്റ് ചേർത്തുകൊണ്ട് അനദർ 5 സെന്റൻസ് പാറ്റേൺസ് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏതൊക്കെയാണവ? SVA, SVOA, SVIODOA, SVCA, SVOCA എന്നിങ്ങനെ another 5 sentence patterns with adjunct അഥവാ adverbial എന്താണെന്ന് നോക്കാം. Adjunct or adverbial. Adjunct എന്താണ്? It answers the questions where, when, how, why. ഇപ്പോൾ ഒരു സെന്റൻസിൽ എ എന്നുള്ള പാർട്ട് ഉണ്ടെങ്കിൽ അത് എന്തിനൊക്കെ ആൻസർ തന്നുകൊണ്ടാണ് ആ സെന്റൻസിലുള്ളത്? വേർ ആവാം, വെൻ ആവാം, ഹൗ അല്ലെങ്കിൽ വൈ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ തന്നുകൊണ്ടാണ് ആ അഡ്ജങ്ക്റ്റ് ആ സെന്റൻസിലുള്ളത്. ആബ്സെൻസ് ഓഫ് അഡ്ജങ്ക്റ്റ് ഡസ് നോട്ട് ചേഞ്ച് ദ മീനിങ് ഓഫ് ദ സെന്റൻസ്. ഇപ്പോൾ ആ സെന്റൻസിൽ അഡ്ജങ്ക്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ മീനിങ് ഫുൾ ആയിരിക്കും. അതായത് മീനിങ് ഫുൾ സെന്റൻസ് തന്നെ ആയിരിക്കും. അത് മീനിങ്ങിൽ ഒരു മാറ്റവും വരില്ല അഡ്ജങ്ക്റ്റ് ഇല്ലെങ്കിലും. ആബ്സെൻസ് ഓഫ് അഡ്ജങ്ക്റ്റ് ഒരു പ്രശ്നവും ആ സെന്റൻസിൽ ഉണ്ടാക്കുന്നില്ല. അതിൻ്റെ മീനിങ് അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും വ്യക്തമായി പറയണം, എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ സെന്റൻസുകളിലെല്ലാം തന്നെ ഈ അഡ്ജങ്ക്റ്റ് അധികവും വരാറുണ്ട്. അതിൻ്റെ ആബ്സെൻസ് ഒരു പ്രശ്നവും വരുത്തില്ല സെന്റൻസിലെങ്കിലും. ഷീ കംസ് എവരി ഡേ, അവൾ വരുന്നു. എവരി ഡേ എന്നുള്ളത് എന്നും വരുന്നു എന്നുള്ളത് പറയാണ്. അവൾ എന്നും വരുന്നു. ദിസ് മോർണിംഗ് ഐ ഹെഡ് എ നോയ്സ്. ഇവിടെ ദിസ് മോർണിംഗ് എന്നുള്ളതാണ് അഡ്ജങ്ക്റ്റ്. ഐ ഹെഡ് എ നോയ്സ് എന്നുള്ളത് ഒരു ഫുൾ സെന്റൻസ് ആണ്. അതിൻ്റെ കൂടെ ദിസ് മോർണിംഗ് എന്നുള്ളത് അഡ്ജങ്ക്റ്റ് ആ സെന്റൻസിന്റെ ഫസ്റ്റേ വന്നിരിക്കുന്നു. അതും ഒരു അഡ്ജങ്ക്റ്റിന്റെ പ്രത്യേകതയാണ്. അഡ്ജങ്ക്റ്റ് ഇല്ലെങ്കിലും സെന്റൻസിന് ഫുൾ മീനിങ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ അഡ്ജങ്ക്റ്റ് നമുക്ക് ചില സെന്റൻസുകളിൽ ഫസ്റ്റും ചേർക്കാം. ഷീ കംസ് എവരി ഡേ എന്നുള്ളതിൽ ലാസ്റ്റ് ആണ്. ഷീ കംസ് കഴിഞ്ഞിട്ടാണ് അഡ്ജങ്ക്റ്റ്. എന്നാൽ ഈ സെന്റൻസിൽ ഫസ്റ്റേ അഡ്ജങ്ക്റ്റ് ആണ്. ദിസ് മോർണിംഗ്, വെൻ എന്നുള്ളതിന്റെ ആൻസർ ആണ് അവിടെ ദിസ് മോർണിംഗ്. ഐ ഹെഡ് എ നോയ്സ്, ഞാനൊരു നോയ്സ് കേട്ടു. വെൻ എന്നുള്ളതിന്റെ ആൻസർ ആണ് ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ഞാനൊരു ശബ്ദം കേട്ടു. അപ്പൊ ഈ ദിസ് മോർണിംഗ് എന്നുള്ള അഡ്ജങ്ക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ ഐ ഹാഡ് എ നോയ്സ് ദിസ് മോർണിംഗ് എന്നും എഴുതാം, അല്ല ഫസ്റ്റും എഴുതാം. അതൊക്കെയാണ് അഡ്ജങ്ക്റ്റിന്റെ പ്രത്യേകതകൾ. SVA, ഇതിൽ എന്തൊക്കെയാ സെന്റൻസ് വരിക നോക്കുക. സബ്ജക്ട്, വെർബ്, അഡ്ജങ്ക്റ്റ്. ഹി വെന്റ് ഹോം, അവൻ വീട്ടിലേക്ക് പോയി. ഇത് SVA പാറ്റേണിലുള്ള ഒരു സെന്റൻസ് ആണ്. എവിടേക്കാണ് പോയത്? വീട്ടിലേക്ക്. ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൾ സ്കൂളിലേക്ക് പോകുന്നു. ദേ ആർ ഗോയിങ് ബൈ ബസ്, അവർ ബസ്സിലാണ് പോകുന്നത്. ഇവിടെ ദേ ആർ ഗോയിങ്, അവർ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു സെന്റൻസ് തന്നെയാണ്. പക്ഷെ നമുക്ക് പറയണം അവർ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അഡ്ജങ്ക്റ്റ് ആണ്. ഇനി SVO പാറ്റേൺ മനസ്സിലാക്കി അതിൻ്റെ കൂടെ അഡ്ജക്റ്റ് വരും. അഡ്ജങ്ക്റ്റ് അഥവാ അഡ്വർബിയൽ വരും. SVO എന്ന് വെച്ചാൽ എന്താ? സബ്ജക്ട്, വെർബ്, ഒബ്ജക്റ്റ്. ഷീ കോൾ മീ നൗ. ഷീ കോൾ മീ എന്ന് പറയുന്നത് SVO പാറ്റേൺ ആണ്. പക്ഷെ നൗ എന്നുള്ള ഇപ്പോൾ, അവൾ എന്നെ വിളിച്ചു, അവൾ എന്നെ വിളിച്ചു ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത് അവിടെ നൗ എന്നുള്ളത് അഡ്ജങ്ക്റ്റ് ആണ്. വെൻ ഷീ കോൾ മീ നൗ. ഹി ഡ്രൈവ്സ് ദ കാർ കെയർഫുള്ളി, അവൻ കാറ് കെയർഫുൾ ആയിട്ട് ഓടിക്കുന്ന പറയുന്നത്. ഡ്രൈവ് ചെയ്യും. അവിടെ കെയർഫുള്ളി എന്ന് പറയുന്നത് എ എന്നുള്ള അഡ്ജങ്ക്റ്റ് ഓർ അഡ്വർബിയൽ എന്നറിയപ്പെടുന്ന ആ ഒരു പാർട്ടാണ്. വി കംപ്ലീറ്റഡ് ദ വർക്ക് ഓൺ ടൈം. വി കംപ്ലീറ്റഡ് ദ വർക്ക് എന്ന് പറയുന്നത് SVO പാറ്റേൺ. അതിൻ്റെ കൂടെ സമയത്തിന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഓൺ ടൈം എന്നുള്ളത് അഡ്ജങ്ക്റ്റ് ആണ്. ഇപ്പൊ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് പാറ്റേൺസിന്റെ കൂടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയണമെങ്കിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ് അഡ്ജങ്ക്റ്റ് ഓർ അഡ്വർബിയൽ.
SVIODOA. ഈ പാറ്റേണിലുള്ള സെന്റൻസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. I promised him a gift on his birthday. I ഞാൻ ആകുന്നു സബ്ജക്റ്റ്. എന്നെ കുറിച്ചാണ് പറയുന്നത്. I promised him, ഞാൻ അവന് ഒരു ഗിഫ്റ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവന്റെ ബർത്ത്ഡേക്ക് എന്ന് പറയുന്ന ഈ സെന്റൻസിൽ who is the subject? I. ഏതാ വെർബ്? promised. What? A gift. അത് direct object. To whom? Him. അവന്. അത് indirect object. When? On his birthday. എന്നാണ് അവനൊരു ഗിഫ്റ്റ് ഞാൻ പ്രോമിസ് ചെയ്തിരിക്കുന്നത്? അവന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ ഇതില് അഡ്ജങ്ക്റ്റിനെ വ്യക്തമായി മനസ്സിലാക്കുക. ഓൺ ഹിസ് ബർത്ത്ഡേ. ഇവിടെ ഈ ഓൺ ഹിസ് ബർത്ത്ഡേ എന്നുള്ള പാട്ടിന് നമുക്ക് ഫസ്റ്റ് കൊണ്ടുവന്നാലും നീറ്റ് ആയിട്ട് തന്നെയാണ് ഈ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ തന്നെയാണ് ഈ സെന്റൻസ് നിൽക്കുക. ഓൺ ഹിസ് ബർത്ത്ഡേ ഐ പ്രോമിസ്ഡ് ഹിം എ ഗിഫ്റ്റ്. ഇതും കറക്റ്റ് ആണ് ഇവിടെ. അപ്പൊ അത് ആ ഒരു പ്രത്യേകതയും കൂടി അഡ്ജങ്ക്റ്റിനുണ്ട്. അഡ്ജങ്ക്റ്റിന് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റും എഴുതാം. എല്ലാ സെന്റൻസുകളിലും എഴുതാൻ പറ്റിയില്ലെങ്കിലും കൂടി അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ അവരൊരു ഗിഫ്റ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ഗിഫ്റ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവന്റെ ബർത്ത്ഡേക്ക്. രണ്ട് തരത്തിൽ നമുക്ക് പറഞ്ഞാലും കറക്റ്റ് തന്നെ. വരുൺ സെൻഡ് ഹെർ എ ലെറ്റർ യെസ്റ്റർഡേ. വരുൺ ഇന്നലെ അവൾക്കൊരു കത്തയച്ചു എന്ന് പറയുന്ന ഈ സെന്റൻസിൽ യെസ്റ്റർഡേ എന്ന് പറയുന്നതാണ് അഡ്ജങ്ക്റ്റ്. ഇവിടെ ഈ സെന്റൻസിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? വരുൺ. അതുകൊണ്ട് വരുൺ ആണ് സബ്ജക്റ്റ്. വരുൺ എന്ത് ചെയ്തു? കത്തയച്ചു. സെൻഡ് ഹെർ എ ലെറ്റർ. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരണം, ഇന്നലെ. അത് അഡ്ജങ്ക്റ്റ്. ഇവിടെയും നമുക്ക് മാറ്റാം. യെസ്റ്റർഡേ വരുൺ സെൻഡ് ഹെർ എ ലെറ്റർ. അപ്പൊ ഇതിന്റെ പാറ്റേൺ മാറും. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ യെസ്റ്റർഡേ വരുൺ സെൻഡ് ഹെർ എ ലെറ്റർ എന്ന് പറയുന്ന ഒരു സെന്റൻസ് കണ്ടാൽ അതിൽ നിങ്ങൾ എസ് വി എന്നൊന്നും പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റില്ല. കാരണം യെസ്റ്റർഡേ വരുൺ സെൻഡ് ഹെർ എ ലെറ്റർ എന്നുള്ള ഈ സെന്റൻസിലത്തെ സബ്ജക്റ്റ് ആയിട്ട് യെസ്റ്റർഡേ വരില്ല. കാരണം നമ്മൾ യെസ്റ്റർഡേയെ കുറിച്ചല്ല പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വരുണിനെ കുറിച്ചാണ് ഈ സെന്റൻസിൽ പറയുന്നത്. വരുൺ സെൻഡ് ഹെർ എ ലെറ്റർ എന്നതാണ് പ്രധാനം. വരുൺ സെൻഡ് എന്നുള്ളത് സബ്ജക്റ്റ് ആൻഡ് വെർബ്. ഹെർ എ ലെറ്റർ യെസ്റ്റർഡേ എന്ന് പറയുന്നത് അഡ്ജങ്ക്റ്റ്. SVC പാറ്റേൺ നിങ്ങൾക്ക് അറിയാം. സബ്ജക്റ്റ് വെർബ് കോംപ്ലിമെന്റ്. അതിന്റെ കൂടെയും നമുക്ക് എ ആഡ് ചെയ്യാവുന്നതാണ്. വിനോദ് ബിക്കെയിം ടയേർഡ് ആഫ്റ്റർ ദ മാച്ച്. ഇത് SVC പാറ്റേൺ ആണ്. വിനോദ് ബിക്കെയിം ടയേർഡ്. ആരാ ടയേർഡ് ആയിരിക്കുന്നത്? വിനോദ്. സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു വിവരം തന്നുകൊണ്ട് നിൽക്കുന്നതാണ് ടയേർഡ് എന്നുള്ളത്. കോംപ്ലിമെന്റ് ആണ്. ആഫ്റ്റർ ദ മാച്ച് എന്ന് പറയുന്നത് എപ്പോഴാണ് ടയേർഡ് ആയെന്ന് പറയുകയാണ്. ആഫ്റ്റർ ദ മാച്ച്, മാച്ച് കഴിഞ്ഞതും വിനോദ് ടയേർഡ് ആയിരുന്നു എന്ന് പറയുന്നു. ആഫ്റ്റർ ദ മാച്ച് വിനോദ് ബിക്കെയിം ടയേർഡ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ ദ മാച്ച് എന്ന് ഫസ്റ്റ് എഴുതിക്കൊണ്ടും ഈ സെന്റൻസിനെ എഴുതാം. ആഫ്റ്റർ ദ മാച്ച് വിനോദ് ബിക്കെയിം ടയേർഡ്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ അഡ്ജങ്ക്റ്റിന്. അത് നമുക്ക് ഫസ്റ്റും ചേർക്കാം ലാസ്റ്റും ചേർക്കാം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു സബ്ജക്റ്റ് എന്താണ്, നമ്മൾ ആരെ കുറിച്ച് ഈ സെന്റൻസിൽ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. ആഫ്റ്റർ ദ മാച്ച് വിനോദ് ബിക്കെയിം ടയേർഡ്. ഇവിടെ ആഫ്റ്റർ ദ മാച്ച് എന്നുള്ളതൊന്നും അല്ല സബ്ജക്റ്റ്. ഇവിടെ പറയുന്നത് വിനോദിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വിനോദ് എന്നുള്ളത് സബ്ജക്റ്റ്, ബിക്കെയിം എന്നുള്ളത് വെർബ്. ഹീസ് എ പ്ലെയർ വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. അയാള് ഒരു പ്ലെയർ ആണ്, നിറയെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് എന്ന് പറയുന്ന ഈ സെന്റൻസ് SVCA പാറ്റേണിലുള്ള ഒരു സെന്റൻസ് ആകുന്നു. SVOCA അത് സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട് കോംപ്ലിമെന്റ് ആൻഡ് അഡ്ജങ്ക്റ്റ്. They named the child രേണു unanimously. അവര് ആ കുട്ടിക്ക് രേണു എന്നുള്ള പേര് ഏകകണ്ഠമായി പേരിട്ടു എന്നാ പറയണം. കുട്ടിക്ക് രേണു എന്ന പേരിട്ടു. എങ്ങനെയായിട്ട് ഇട്ടിരിക്കുന്നത്? യുനാനിമസ്ലി. ഹൗ എന്നുള്ള ആ പാട്ടിനൊരു ആൻസർ ആണ് യുനാനിമസ്ലി. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. വി എലക്റ്റഡ് ഹിം ദ വിന്നർ ലാസ്റ്റ് വീക്ക്. അവനെ ഞങ്ങൾ വിന്നറായി തെരഞ്ഞെടുത്തു. എപ്പോ? വെൻ, ലാസ്റ്റ് വീക്ക്. അത് അഡ്ജങ്ക്റ്റ്. ഹി കെപ്റ്റ് us വെയിറ്റിംഗ് എവറി ടൈം. ഇവിടെ ഹി എന്നുള്ളത് സബ്ജക്ട്, കെപ്റ്റ് എന്നുള്ളത് വെർബ്, അസ് എന്നുള്ളത് ഒബ്ജക്ട്, വെയിറ്റിംഗ് എന്നുള്ളത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് പറയണത്. ആരാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള്. എവറി ടൈം, എപ്പോഴും അവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ SVOCA പാറ്റേൺ ആണ്.
they എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. വി എന്ന് പറയുന്നത് ഒരു അനദർ സബ്ജക്റ്റ്. ഹി എന്ന് പറയുന്നത് അനദർ സബ്ജക്റ്റ്. ലാസ്റ്റ് വീക്ക് വി എലക്റ്റഡ് ഹിം ദ വിന്നർ. ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാൽ ഇത് ഏത് പാറ്റേൺ ആണ്? ലാസ്റ്റ് വീക്ക് എന്നതിനെ കുറിച്ചൊന്നും അല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ് അല്ല. വി എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഞങ്ങൾ അവനെ വിന്നറായി തെരഞ്ഞെടുത്തു. ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആണ്. അത് അഡ്വർബിയൽ ആണ് അല്ലെങ്കിൽ അഡ്ജങ്ക്റ്റ് ആണ്. അത് ഫസ്റ്റും നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ള അറിവ് വേണം. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ലാസ്റ്റ് വീക്ക് സബ്ജക്റ്റ് എന്നുകൊണ്ട് മാർക്ക് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വീക്ക് വി എലക്റ്റഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ് വെർബ്. എവറി ടൈം ഹി കെപ്റ്റ് us വെയിറ്റിംഗ്. ഇതും അതുപോലെ തന്നെ അഡ്ജങ്ക്റ്റിന് ഫസ്റ്റ് എഴുതിക്കൊണ്ട് ഉള്ളൊരു സെന്റൻസ്. എവറി ടൈം ഹി കെപ്റ്റ് us വെയിറ്റിംഗ്. അവൻ ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് എപ്പോഴും. ഇവിടെ ആരാണ് സബ്ജക്റ്റ്? ഹി. കാരണം അവനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അവനാണ് സബ്ജക്റ്റ് ഹി. കെപ്റ്റ് എന്നുള്ളത് വെർബ്. എക്സസൈസ്. ഹി ഹാസ് ഡൊണേറ്റഡ് ഹിസ് ഐസ്. അവനെ കുറിച്ച് പറയുന്നു, അതുകൊണ്ട് തന്നെ അവനാണ് സബ്ജക്റ്റ്. അത് യെസ് ആണ്. ഹാസ് ഡൊണേറ്റഡ് എന്ന് പറയുന്നത് വെർബാണ്. വാട്ട്? ഹിസ് ഐസ്. അപ്പൊ എന്ന് വ്യക്തമാവും ഒബ്ജക്റ്റ് ആണ്. SVO. ഐ ഫൗണ്ട് ഹിം ക്രൈയിങ്. ഐ സബ്ജക്റ്റ്. ഫൗണ്ട് എന്ന് പറയുന്നത് വെർബ്. ഹിം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്. ക്രൈയിങ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റ്. ഇവിടെ ആരാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ. ഹിം. The child kept the toy car under the table. ഇവിടെ അണ്ടർ ദ ടേബിൾ എന്ന് കാണുമ്പോൾ അതൊരു ഇൻഫോർമേഷൻ ആണ്. എവിടെയാണ് അവൻ ടോയ് കാറിനെ കെപ്റ്റ് ചെയ്തിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത്? അണ്ടർ ദ ടേബിൾ. SVOA. The child kept what? The toy car. അത് ഒബ്ജക്റ്റ്. അണ്ടർ ദ ടേബിൾ എന്നുള്ളത് അഡ്ജങ്ക്റ്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ എന്ത് പാറ്റേൺ ആക്കി മാറ്റാൻ പറ്റും? ASVO എന്നാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഈ സെന്റൻസ് എങ്ങനെ വരും? അണ്ടർ ദ ടേബിൾ ദ ചൈൽഡ് കെപ്റ്റ് ദ ടോയ് കാർ എന്ന് വരും. മനോജ് ഇസ് എ ടീച്ചർ ഇൻ എ പ്രൈവറ്റ് സ്കൂൾ. മനോജ് ഇസ് എ ടീച്ചർ എന്ന് പറയുന്നത് SVC പാറ്റേൺ ആണ്. ആരാണ് ഇവിടെ ടീച്ചർ? മനോജ്. വേർ? ഇൻ എ പ്രൈവറ്റ് സ്കൂൾ. അത് അഡ്ജങ്ക്റ്റ് ആണ്. SVCA. ഇങ്ങനെ സെന്റൻസ് പാറ്റേണുകളെ വിവിധ തരത്തിൽ മനസ്സിലാക്കുക. It will improve your written English and spoken English and also your English level.